പക്ഷേ ഈ 72 വയസ്സ് നമ്മൾ കാണും. ഇതിലെനിക്കൊരു സംശയമുണ്ട്. അച്ഛൻ ഡോക്ടർ പഠിച്ചിട്ടില്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ? ഡോക്ടർമാർ മരിച്ചു പോകുന്നു പറഞ്ഞ ആൾ പോലും ഇന്ന് സ്റ്റിൽ അനുഗ്രഹമായിട്ട് പോകേണ്ടത്. ഒരു കുഴപ്പമില്ല പോകും. സായികുമാർ സാർ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. ബിന്ദു പണിക്കർ അവരൊക്കെ ഇവിടെ ഈ ടേബിളിൽ വരാറുണ്ട്. ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു. പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് കൈ ഒടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട വഴി വളഞ്ഞു പോയി. അത് ഇവിടെ രണ്ടാമത് ഞങ്ങൾ ഓടിച്ചിട്ട് കിട്ടി. ഇവിടെ വന്നിട്ടുള്ള 100% ആൾക്കാർ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ അനുഗ്രഹം. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 60-70 പേരെയൊക്കെ നമ്മൾ വെച്ച് കിട്ടുന്നത്. 60-70 പേര് ഒരു ദിവസം വെച്ച് കിട്ടുന്നത്. ചെങ്ങന്നൂരുള്ള ആലയിലെ വിനോദച്ചൻ്റെ അടുത്തെത്തിയാൽ പ്രാർത്ഥന ബ്ലെസ്സിങ് മാത്രമല്ല കിട്ടുക, ശാരീരികമായ എന്ത് അസുഖത്തോടു കൂടി ഇവിടെ വന്നാലും, മുട്ടുവേദന അല്ലെങ്കിൽ മറ്റുള്ള അസ്ഥി സംബന്ധമായ വേദന, എന്ത് കാര്യത്തിന് വന്നാലും അച്ഛൻ അവരെ എണീറ്റ് നടപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. അച്ഛൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അച്ഛൻ നടത്തുന്ന സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്ഥാപനം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ വീടാണ്. പുതുതായിട്ടൊരു ഹോസ്പിറ്റൽ അവർ തുടങ്ങിയിട്ടുണ്ട്. അച്ഛന് കുറേ നിരവധി ആൾക്കാർ എന്നും കാണാൻ വരുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ളത് അച്ഛൻ രോഗം ഭേദമാക്കിയവരും എന്താ പറയുക, പുതിയതായിട്ടുള്ള ചികിത്സിക്കാൻ വന്നവരും ഒക്കെയാണുള്ളത്. എന്തെങ്കിലും മൂവ തടവോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇവിടെ ഒന്നും വേണ്ട, ഞാൻ നോക്കാം. പിന്നെ ഈ കഴുത്തിൻ്റെ ഇവിടെ എനിക്ക് ഈ ഓപ്പറേഷൻ ഒരു ചെറിയ ഓട്ടോമാറ്റിക്കായിട്ടൊരു കഴപ്പോ ഇത് തോന്നിച്ചു. ഇപ്പോഴുണ്ടോ? കുനിമാരും എന്നാൽ ഇപ്പം 2 മാസം കഴിഞ്ഞപ്പം വീണ്ടും അതുപോലെ ഒരു കഴപ്പും ഈ എല്ലിൻ്റെ ഈ ബോണിൻ്റെ ഇവിടെ വരെ വേദന വരുന്നുണ്ട്. ഇവിടെ ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ തന്നെയാണോ കേട്ടോ? വാ, നടന്നു വന്നേ എൻ്റെ പൊന്നെ. അപ്പോൾ ആ കൂടെ നാണമായോ? വാ, അച്ഛൻ്റെ പൊന്നുമോനല്ലേ നീ. വാ അമ്മ, നിങ്ങളുടെ ഇപ്പം നടക്കുന്നുണ്ടോ? കയറുമ്പോൾ മാത്രമുള്ള പ്രശ്നം ഈ മുട്ടിനല്ലേ? നിങ്ങളുടെ സങ്കടം വലിയ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റിന്റെ തിരക്കിലാണല്ലേ അച്ഛൻ? ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം നമുക്കിവിടെ ആൾ കുറവാണ്. കാരണം എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ബുധനൂർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് മൊത്തം ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒത്തിരി ഞങ്ങൾ കുറച്ചു. കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ വീടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് അച്ഛൻ്റെ സ്ഥാപനമാണെന്നിട്ട് ഞാൻ പറഞ്ഞ സ്ഥാപനമല്ല, ഇത് അദ്ദേഹത്തിന്റെ വീടാണ്. ഇപ്പൊ ഇവിടെയാണ് നടക്കുന്നത്. എൻ്റെ വീടായത്. കാര്യം ഉള്ള മുറിയിലെല്ലാം ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന മുറികളാണ്. പിന്നെ ആ കൂടെ ഞാൻ കിടക്കുന്ന ഇവിടെ സ്ഥലമില്ല. ഒരു റൂമേ ഉള്ളൂ, അതിനകത്ത് മക്കളെ കിടക്കുന്നത്. ബാക്കിയുള്ള റൂമിലെല്ലാം ഓരോ ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കാരണം ഇവിടുന്ന് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുക. അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് മുറിയൊക്കെ ഷുവർ, അബ്സല്യൂട്ട്ലി. നമുക്കൊരു പേഷ്യൻറ്റിനെ കൂടെ ഒരു കുഴപ്പമില്ല. ഇതൊന്നും എടുക്കാം. ഇതൊരു പഴയ വീടാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള, എനിക്കൊന്നൊരു 100-ലേറെ വർഷം പഴക്കമുണ്ട് ഈ ഒരു പാട്ട്. ഇത് രണ്ടാമത് പിടിച്ച വീടാണ്. ഇവിടെ ഞാനൊരു 11 കൊല്ലം വാടകയ്ക്കായിരുന്നു. ഇപ്പം ഞാനിത് വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചൊരു വീട്. അപ്പോൾ അതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. പിന്നെ ഇപ്പം ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ് ട്രീറ്റ്മെൻറ്റ് മുറി അല്ലേ? ഒരു മുറി ഇതാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കിഴികളാണ്. അച്ഛൻ ഇവിടെ എന്തൊക്കെ വൈദ്യങ്ങളാണ്? ഇവിടെ ആക്ച്വലി ഇപ്പം അസ്ഥിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എനിക്കിവിടെ ചികിത്സ ഉണ്ട്. എല്ലാം ഏത് തരത്തിലുള്ളതാണെങ്കിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു. പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് കൈ ഒടിഞ്ഞിട്ട് അത് പ്ലാസ്റ്റർ ഇട്ട വഴി ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്, ഈ വളഞ്ഞു പോയി കൈ. അത് ഇവിടെ രണ്ടാമത് ഞങ്ങൾ ഓടിച്ചിട്ട് കിട്ടി. അല്ല അച്ഛാ, ഇതിലെനിക്കൊരു സംശയമുണ്ട്. അച്ഛൻ ഡോക്ടർ പഠിച്ചിട്ടില്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ? ഞങ്ങളുടെ വല്യപ്പച്ചന്മാരൊക്കെ വൈദ്യന്മാരാണ്. പ്രമാണിക്കുഴി വൈദ്യൻ മല്ലപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വല്യപ്പച്ചൻ കസിൻസാണ്. പിന്നെ ഒത്തിരി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഒരുപാട് ആചാര്യന്മാരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ തുടങ്ങി. ഞാൻ ഇത് വർഷങ്ങളായിട്ട് തുടങ്ങി. ഞാൻ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഭോപ്പാലിലായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ഒരാൾ നടുവാനെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരുമ്പിയതാണ്. പക്ഷെ അവിടെ ഭയങ്കര ആളായി. പിന്നെ ബാംഗ്ലൂർ വന്നപ്പോഴും അവിടെ ഇതുപോലെ നമ്മുടെ ചർച്ചിൽ തന്നെ ഒരു മെമ്പർ, അച്ഛാ എനിക്ക് സുഖമില്ല, എനിക്ക് കാലിന് വേദനയാണ്. ഞാൻ പറഞ്ഞ ഇടമനെ അത്രേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് മാറ്റാമെന്നുള്ള കാര്യമുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്തു. അവിടെ അത് ഭേദമായി കഴിഞ്ഞ് അവിടെ അറിയാമല്ലോ റെഡ്ഡിമാരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നെ അവിടെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഹൈ റേഞ്ചിലായിരുന്നു മണ്ടമേട് മനസ്സിലായി. അപ്പോൾ ഇപ്പം ഡോക്ടേഴ്സിൻ്റെ വല്ല സജഷൻ എടുക്കുന്നുണ്ടോ? എന്താണെന്ന് വെച്ചാൽ എന്നെ അത്യാവശ്യം വൈറലാക്കിയത് യൂട്യൂബ് ചാനൽസാണ്. കാരണം
ഞാൻ അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന ഒരുപാട് പേരെ ഞാൻ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരുപാട് പേർക്ക് വലിയ ആക്സിഡൻ്റ് ഉണ്ടായി ഡോക്ടർമാർ മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആൾ പോലും ഇന്ന് സ്റ്റിൽ അനുഗ്രഹമായിട്ട് പോകേണ്ടത്, ഒരു കുഴപ്പമില്ല പോകുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനലുകാരാണ്, നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നത്, അല്ലെ എന്നെ പുറത്ത് ആൾക്കാരെ അറിയിച്ചതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിരുന്നു, നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിന് ആൾക്കാർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിവിടെ ആൾക്കാരെ വെക്കേണ്ടതായിട്ട് തോന്നുന്നു. കാര്യം എൻ്റെ കൂടെ 2 വൈദ്യന്മാരുണ്ട് ഇപ്പോൾ, പിന്നെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, പിന്നെ എൻ്റെ കൂടെ വേറെ ഒരുപാട് സ്റ്റാഫുണ്ട്. കാര്യം ഇവിടെ വന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജനുവരി മുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 10-20,000 പേര് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ ഇവിടെ വരുമ്പം അതിനനുസരിച്ചുള്ള സ്റ്റാഫ് വേണം. സ്റ്റാഫ് മാത്രം പോരാ, പിന്നെ മെഡിസിൻസ് ആണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ ആൾക്കാർ വേണം. പിന്നെ നമുക്കറിയാമല്ലോ ലീഗൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡോക്ടർ വേണം. ഇതിൽ ആയുർവേദം പഠിച്ച് ഇറങ്ങിയ ഒരു ഡോക്ടർ എൻ്റെ ഉണ്ട്, ഡോക്ടർ ശാലിനി. ഓക്കെ. അച്ഛനെങ്ങനെ മുന്നേ വന്നിരുന്ന കേസുകളിൽ എക്സ്റേ കാണുമോ അതോ കാലൊക്കെ പിടിച്ച് നോക്കുമ്പോൾ? നമുക്ക് എക്സ്റേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, ഈ എക്സ്റേ ഒക്കെ വന്നിട്ട് ഇത്ര കാലമേ ഉള്ളതായുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് ഡോക്ടേഴ്സ് ഉണ്ട്, അവർ എക്സ്റേയോ CT സ്കാനോ MRIയോ ഒന്നും ഇല്ലാതാണ് അന്ന് അവർ രോഗം നിർണ്ണയിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരാളെ പിടിച്ചു നോക്കുമ്പോൾ, അവരുടെ നാടി പിടിച്ചു നോക്കുമ്പം അവരുടെ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അച്ഛൻ്റെ നാടി പിടിച്ചിട്ട് ഇപ്പം എന്താണ് അച്ഛന് പറയാൻ പറ്റുക? അപ്പച്ചൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ ഓപ്പറേഷൻ ചെയ്ത. അപ്പോൾ അങ്ങനെ വേറൊരു ഓപ്പറേഷൻ ചെയ്ത അതിനുശേഷം അപ്പച്ചൻ പറയുന്നത് അപ്പച്ചൻ്റെ ഈ കാലിന് 2 വർഷമേ ആയുള്ളൂ. എന്നാൽ ഇപ്പോൾ 2 മാസം ആയിട്ട് എനിക്ക് ഈ കാലിൻ്റെ അതായത് ഈ കഴലയുടെ വണ്ണയ്ക്കകത്തൂടെ ഞരമ്പിനകത്തൂടെ ഒരു വേദന മാതിരി ഇങ്ങോട്ട് തോന്നുന്നുണ്ട്, മുട്ട് വരെ വരും. കാലെനിക്ക് ഉറപ്പിച്ച് നടക്കാൻ പോലും വയ്യായിരുന്നു. നമ്മുടെ റൂമിനകത്തൊന്ന് ഇറങ്ങണേ അയ്യോ എന്ന് പറഞ്ഞിട്ട് ബെഡിലോട്ട് ഇവിടെ ആറന്മുള അവിടെ ഒരു മെമ്പറുണ്ട്, പുള്ളിക്കാരത്തി ഇവിടെ വന്ന് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താണ്. പക്ഷേ പുള്ളിക്കാരത്തി ഒരുപാട് പേരെ കൊണ്ട് പുള്ളിക്കാരത്തിക്ക് റിലീഫായപ്പോൾ പുള്ളിക്കാരത്തിയുടെ 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 വാർഡിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മൊത്തം ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇതിപ്പോൾ അപ്പച്ചൻ പറഞ്ഞിരിക്കുന്ന അപ്പച്ചൻ്റെ കാലിൻ്റെ വണ്ണയ്ക്ക് വേദന അല്ലേ? ശരിക്കും അപ്പച്ചൻ്റെ വേദന ഈ ഭാഗത്താണ്, ഇതിനകത്തല്ലേ അല്ലേ? ഈ ഒരു പ്രശ്നം ഈ കാലിന് പെരുപ്പ് പോലെ ഉണ്ടോ? പെരുപ്പൊന്നുമില്ല. കാലിൻ്റെ വെള്ളം ഫാനിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ ഇപ്പം ഓവർ സ്പീഡിലല്ലേ ഫാൻ ഓടുന്നത്, അപ്പോൾ വെളുപ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മസിൽ കയറി വരുന്നതൊക്കെ തോന്നുന്നു. എന്നിട്ടൊന്ന് നടന്നു കഴിയുമ്പോൾ ഒന്ന് മാറും, അത്രയേ ഉള്ളൂ. ഇത് വേറെ ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ള രക്തോട്ടം ഇല്ല. അതായിരിക്കും. പിന്നെ ഇത് നമ്മളെ ഞൊട്ട കേൾക്കത്തില്ല, ഇതിനകത്ത് രക്തോട്ടം ഇല്ല. ഇത്രയും കാര്യമുള്ളൂ ഇതിനകത്ത്. പ്രശ്നം വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിതൊരു 3 ദിവസം അങ്ങ് തടവി കഴിയുമ്പോൾ ഈ ഞരമ്പിൽ കൂടെ ഒക്കെ ചോര നോക്കോളും. അപ്പോൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിക്കോളും. വയസ്സെത്രയുണ്ട്? 72 വയസ്സുണ്ട്. ദൈവം സഹിച്ച ഇത്രയൊക്കെ ആയി. ഇപ്പോഴൊന്നും ഇല്ലല്ലോ, വലിയ ഈ പറയുന്ന വലിയ രോഗങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛനൊന്ന് തൊട്ടാൽ മതി. ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചാ, അച്ഛൻ്റെ അടുത്ത് വരുന്നത് ബ്ലെസ്സിങ്ങിന് വേണ്ടി മാത്രമല്ല. അച്ഛൻ്റെ അടുത്ത് വന്ന 2 കാര്യമുണ്ട്, ബ്ലെസ്സിങ്ങും ഉണ്ട്, അസുഖം ഉള്ള ഒരാൾക്ക് കുറഞ്ഞിട്ട് പോകാം. തീർച്ചയായും. അച്ഛൻ ഇത് മേക്ക് ചെയ്താന്ന് പറഞ്ഞില്ല ഇവിടെ തന്നെ. ഇത് ആയുർവേദ കൂട്ടില് ഇതിന്റെ മെഡിസിൻസ് എവിടെ നിന്നാണ് എടുക്കുന്നത്? അച്ഛൻ തന്നെ കളക്ട് ചെയ്യുവാണോ അതോ? എനിക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അതായത് അട്ടപ്പാടി, പാലക്കാട് അട്ടപ്പാടിയിൽ എനിക്ക് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വയനാട് എനിക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് വൈദ്യന്മാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മൾ മെഡിസിൻസ് വിളിച്ച് പറഞ്ഞാൽ ഒന്നേ അവർ ഇവിടെ എത്തിച്ചു തരുമോ, അല്ലെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുമോ ഒക്കെ ചെയ്യും. നമുക്ക് അയച്ചു തരുമോ, അല്ലെ നമ്മൾ പോയി കളക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അച്ഛൻ തന്നെയാണ് ഇവർക്ക് ചൂട് പിടിക്കുന്നതും എല്ലാം. എനിക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ വൈദ്യന്മാരുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു. കാര്യം വ്യാഴാഴ്ച എൻ്റെ പുതിയ ഹോസ്പിറ്റലിൻ്റെ ഇനോഗ്രേഷനാണ്, ബുധനൂര്. അപ്പോൾ പുതിയ ഹോസ്പിറ്റലിൽ ഇനിയും ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും. ഞാൻ ഒപ്പം ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കൂടെ തുടങ്ങുന്നുണ്ട്. നമ്മളുടെ അടുത്തൊരു രോഗമായിട്ട് ഇപ്പം എന്ത് രോഗമാണെങ്കിലും അച്ഛൻ പറയുന്ന പോലെ ഈ നിങ്ങൾക്കിടെ ശരീര സംബന്ധമായിട്ടുള്ള എന്ത് രോഗത്തിന് അച്ഛൻ്റെ അടുത്ത് വന്നാലും അദ്ദേഹത്തിന്
ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബ്ലസ്സിങ് ഉണ്ട്. ആ ബ്ലസ്സിങ് നിങ്ങളിലേക്ക് കിട്ടുകയും ചെയ്യും. ആ ബ്ലസ്സിങ് വേണ്ടി നിങ്ങൾ നടക്കും അല്ലേ അച്ഛാ? ഏതായാലും ഇവിടെ വന്നവരെല്ലാം നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് അച്ഛാ, അച്ഛൻ്റെ പുതിയ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഈ യൂട്യൂബ് നിങ്ങൾ ചെയ്യുന്നൊരു വലിയ കാര്യം. ഇതിനകത്ത് നല്ലത് ഫേക്കുമായിട്ടുള്ളതുണ്ട്, നമുക്കത് പിന്നെ കമൻസ്, നല്ല കമൻസും നെഗറ്റീവ് കമൻസും വരുന്നവരുണ്ട്. മനസ്സിലായി? ഇതൊന്നും നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു മാവ് ചുമ്മാ അവിടെ നിൽക്കുക, ആരെങ്കിലും തിരിഞ്ഞു നോക്കും. പക്ഷെ ഇത് കണ്ണിമാ കായ്ക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഇതിൻ്റെ അവസാനത്തെ മാമ്പഴം താഴെ വീഴുന്ന വരെ ഈ മാവിനെ ഇടും. ഒന്നില്ലെങ്കിൽ കണ്ണേറെങ്കിലും വെക്കും. ഉറപ്പായിട്ടും നമ്മുടെ സിനിമയുടെ സായികുമാർ സാർ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ പിന്തുണയ്ക്കാൻ അവരൊക്കെ ഇവിടെ ഈ ടേബിളിൽ വരാറുണ്ട്. ഭയങ്കര കാര്യമാണ്. നമുക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തതിലുപരി സ്നേഹത്തോടെ പറഞ്ഞിട്ട് ഇത് കുഴപ്പമില്ല, അത് കേൾക്കുമ്പോ തന്നെ 50% ഇതുപോലുള്ള അപ്പച്ചന്മാരുണ്ട്, ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മനസ്സിലായി. ഇതായിരുന്നു ഡോക്ടർ അല്ല വിനോദ, അത് മതി, പകുതി അസുഖം മാറി, അത് ഹോപ്പാണ്. ഈ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ മനസ്സിനെ കൂടെ അങ്ങ് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് സംസാരിക്കുന്നത്. എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണം, ഇങ്ങനെ അങ്ങ് ഓരോ മെഷീനകത്തോട് കയറുമ്പം നമ്മൾ തന്നെ പകുതി ജീവിതം ഇവിടെ വരുമ്പോൾ ഇതാണ് ഇതിപ്പം നമുക്ക് മാറ്റാം. മനസ്സിലായി? ശരി അച്ഛൻ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഫേക്കുകൾ ഒരുപാടുണ്ട്. ആളുകൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് പറയും ഇത് ഫേക്കാ, അങ്ങനെയാണ്. പഠിച്ചവർ മെഡിസിൻ ഉണ്ട്, MBBS പഠിച്ചവരുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ അനുഭവസാക്ഷിയാണ് അച്ഛൻ്റെ. മോളെ എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഇവിടെ വന്നിട്ടുള്ള 100% ആൾക്കാർ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരാൾ പോലും ഒരു ഇതായിട്ട് പറഞ്ഞിട്ടില്ല. അവരെല്ലാം എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ അനുഗ്രഹം. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരെയും ഇങ്ങനെ പേടിപ്പിച്ചു അയ്യോ ഇതാണോ അങ്ങനെ വരും ഇങ്ങനെ വരും ഇല്ല. കൊച്ചു പിള്ളേര് മുതലുണ്ട്. പിന്നെ എൻ്റെ മടി വന്നിരിക്കും എൻ്റെ കൂടെ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ. ഇവിടെ എന്നെക്കാൾ പ്രായമുള്ള ഇതുപോലുള്ള ആൾക്കാർ വന്നാൽ എൻ്റെ അച്ഛൻ്റെ തുല്യമാണ്. 72 വയസ്സുണ്ട് അദ്ദേഹം. എനിക്ക് 53 വയസ്സ്. എന്നാ പറയും, ഞാൻ ഈ ഡൈ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മോനെ ഇങ്ങനെ പണ്ട് ഈ പുള്ളി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്നോട് പറയായിരുന്നു, ദൈവത്തെ ഓർത്ത് ഇതെൻ്റെ മോനെ. റീൽസിൻ്റെ മറ്റേ എന്തുവായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു, ടിക്ടോക്കിലൊക്കെ 1 മില്യനൊക്കെ മേളിൽ പോയിട്ടുണ്ട് പുള്ളിയുടെ പരിപാടീസൊക്കെ. ഭയങ്കര കഴിവുള്ളതാണ്. ഈ പുള്ളി കൊച്ചിലെ സ്കൂളിൽ പോകുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഓർത്ത് സ്കൂളിലോട്ട് വരരുത്. ഞാൻ ചോദിച്ചു എന്നാടാ ഞാൻ അത്ര മോശമാണ്. അല്ല വന്നിട്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും ഗ്രാൻഡ് ഫാദർ ആണോടാ വന്നത്. അപ്പൊ അച്ഛൻ്റെ ട്രീറ്റ്മെന്റ് നടക്കട്ടെ. അച്ഛൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ച് കുറവായ ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളാണല്ലേ, പേരെങ്ങനെയാ? ദേവിക. എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറാണ്. എവിടെ? ടെക്നോ. എന്ത് പറ്റിയിട്ടായിരുന്നു ഇവിടെ വന്നത്? എനിക്ക് കൈ ഒരു 6 years മുന്നേ ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ട്രീറ്റ്മെന്റ് ചെയ്ത് അത്യാവശ്യം പ്രശ്നമായിപ്പോയി. അപ്പോൾ കയ്യിലെ ഞരമ്പ് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഡിസ്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് തിരുമലി അത്യാവശ്യം നല്ലപോലെ ബെറ്റർ ആയിട്ടുണ്ട്. ആണല്ലേ? എത്ര മാസം എടുത്തു ഇവിടെ വന്നിട്ട്? ഒരു 1 month ആയതേ ഉള്ളൂ. 1 month ആയതേ ഉള്ളൂ. 1 monthനുള്ളിൽ യു ക്യാൻ ഫീൽ പഴയതിനെക്കാളും ബെറ്റർ ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അത്ര കോൺഫിഡന്റ് ആണല്ലേ? എത്ര ദിവസമായിരുന്നു കിഴി ചെയ്തത്? കിഴിയായിരുന്നു? 7 days കിഴിയല്ല, തിരുമല ഉണ്ടായിരുന്നു. പിന്നെ 3 days കിഴി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്ക് ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട്? കൈ കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ ടൈം എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഈ 6 വർഷം മുന്നേ അനുഭവിച്ച വേദന ഇപ്പൊ അനുഭവിക്കുന്നില്ല. ഇത് തന്നെയാണ് ഒരുപാട് പേരുടെ ഇതുള്ളത് കൊണ്ട് തന്നെയാണ് അച്ഛൻ ഇപ്പം ഇങ്ങനെ നടത്തുന്നത്. ഇവിടെ ട്രീറ്റ്മെന്റിനും അധികം പൈസ ഇല്ല ഇതുവരെ, അങ്ങനെ നമ്മൾ ചോദിച്ചൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഒരുപാട് പേർക്ക് അസുഖം എന്ന് പറയുമ്പോൾ തന്നെ മരുന്ന് മേടിക്കാൻ പേടി എന്ന് പറയുന്നതിന് കാരണം ഫിനാൻസ് ആണ്. അതൊക്കെയും ആലയിൽ അച്ഛൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. ടെൻഷൻ അടിക്കേണ്ട. ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്ത് അസുഖത്തിനും അച്ഛൻ്റെ അടുത്ത് വരാവുന്നതാണ്. അച്ഛൻ്റെ പുതിയ ആശുപത്രിയും തുടങ്ങുന്നുണ്ട്. അത് ബുധനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമ്മയോട് വന്നതാണോ അതോ അമ്മയുടെ? എൻ്റെ മോനാണ്. ഓക്കെ. എങ്ങനെയാ അച്ഛനെ കുറിച്ച് അറിഞ്ഞേ?
അച്ഛനെ കുറിച്ച് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് നിമിത്തമാണ് അറിഞ്ഞത്. ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയി, അപ്പം അവർ പറഞ്ഞ് കുറയാത്തതുകൊണ്ട് ഇവിടെ അച്ഛനുണ്ട്, നല്ല പുള്ളിയുടെ മോൻ ഇവിടുത്തെ ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പം പറഞ്ഞു മണി അത് നല്ല ട്രീറ്റ്മെൻറ്റാണ്, പെട്ടെന്ന് മാറും. പ്രതീക്ഷ ഉണ്ടായിരുന്ന കാരണം 6 വർഷം മുന്നേ സംഭവിച്ചു, ഇവിടെ കൊണ്ടുവരുമ്പോൾ മറ്റുള്ള ആശുപത്രിയെ പോലെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു അവരുടെ അഭിപ്രായം. അപ്പം പലരെ കുറിച്ച് അവർ പറഞ്ഞപ്പം നല്ല അഭിപ്രായം കേട്ടപ്പോൾ നമ്മൾ അതിൻ്റെ വിശ്വസിച്ച് വന്നു. അതിൽ ഫലമായി തുടങ്ങി. മറ്റേതൊക്കെ മാറ്റമുണ്ട് മോൾക്ക്? മാറ്റമുണ്ട്, ഒത്തിരി മാറ്റമുണ്ട്. മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ബെറ്റർ ആവും എന്ന് വിശ്വസിക്കുന്നു. അച്ഛനെ കുറിച്ച് അഭിപ്രായം ചോദിക്കാനാണെങ്കിൽ എന്താ പറയാ, ചോദിക്കാനുള്ളതേ ഉള്ളൂ. എങ്കിലും ഇവിടെ ഇങ്ങോട്ടേക്ക് പറയാതെ പറഞ്ഞ ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ചേച്ചി അവിടെ വന്നപ്പോ എന്റെ ചേച്ചിയെ കുറിച്ച് എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു? എൻ്റെ ചേച്ചിക്ക് ഇതുപോലെ മുട്ടുവേദനയായി ഒരുപാട് അടുത്ത് കൊണ്ടുപോയി ശരിയായില്ലായിരുന്നു. പിന്നീട് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നാണ് ശരിയായത്. സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് നല്ല സഹായമായിരുന്നു. മരുന്നിനൊക്കെ നല്ല ഇളവായിരുന്നു. കുഴപ്പമില്ല. ഇപ്പൊ ചേച്ചിക്ക് യാതൊരു കുഴപ്പമില്ല. ചേച്ചി ഓടി നടക്കുന്നു കുഴപ്പമില്ല. അയ്യോ, അപ്പൊ നിങ്ങൾക്ക് അത്ര വിശ്വാസമാണ്? അത്ര വിശ്വാസമാണ്. ഇതാണ് നമ്മുടെ ആലയിലച്ഛൻ്റെ സഹധർമ്മിണി, അല്ലെങ്കിൽ എന്താ പറയാ അച്ഛൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ആള്. നെടുന്തൂണ്. അച്ഛൻ അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങോട്ട് പോകും അല്ലേ? അത്ര ഇതല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷം. 26 വർഷം അച്ഛൻ ഈ തിരുമലായിരുന്നു. സാധാരണ ആണുങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാതെ. അതായത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം അറിയാവോ? മോന്റെ വയസ്സ് പറയുന്നുണ്ട്. എപ്പോഴും മോന്റെ വയസ്സ് പറയുന്നുണ്ടാ? 1 വർഷം കൂടെ മുന്നേ പറയുന്നത് 27 എന്ന് പറയുന്നത്. അല്ല, എങ്ങനെ അന്ന് തൊട്ട് അച്ഛൻ ഇങ്ങനെ പോവായിരുന്നോ? എന്നിട്ട് പണ്ടോട്ടേ ചികിത്സയൊക്കെ കുറച്ചൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഇത് നിങ്ങളുടെ ഒരു വീടാണ്. ഈ വീട്ടിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് താമസിച്ച് ജീവിക്കേണ്ട ഒരു സമയത്ത് ഇത്ര ആളുകൾ, രോഗികൾ, ഈ പറയുന്ന പോലെ ആ മരുന്നിന്റെ മണം ഒക്കെ അടിച്ച് എങ്ങനെ പോകുന്നു? അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോ ഇതില്ലാതെ ഇനി പറ്റുന്നു തോന്നുന്നു. സൈലന്റ് ആയിട്ട് ഇനി പോകാൻ പറ്റില്ല. ഇതില്ലാണ്ട് പറ്റത്തില്ല. ഇപ്പൊ എന്നാന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോ നമ്മൾ അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. അല്ലെ മോളെ ഇവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലം കിടക്കില്ല. കസരകളെല്ലാം പുറകെ കിടപ്പുണ്ട്. ഇവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. നമുക്ക് അതുപോലെ ആളാണ്. മനസ്സിലായി? ചേച്ചി പറഞ്ഞൊരു വലിയ കാര്യം കേട്ടോ. ആളുകളെ കണ്ട് 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 ഇനി ബുധനൂർക്ക് മാറുമ്പോ ചേച്ചി എന്ത് ചെയ്യും? ചേച്ചി കൊണ്ടുപോവാൻ അല്ല, ആ ചേച്ചി അതൊരു വലിയ മനസ്സ് വേണം. അതായത് വരുന്നവരുടെ കണ്ണീരൊപ്പുമ്പോ അതിനൊപ്പം അച്ഛൻ്റെ ഒപ്പം നിൽക്കുക. ഞങ്ങളുടെ അടുക്കളയിലാണ് ഈ മരുന്ന് വെച്ച് കിട്ടുന്നത്. മനസ്സിലായി? അവിടെ കുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 60-70 പേരെയൊക്കെ നമ്മൾ വെച്ച് കിട്ടുന്നത്. 60-70 പേര് ഒരു ദിവസം വെച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ ആളാണ്. ഇത് 21 കൂട്ടം പച്ചമരുന്ന് അരച്ചക്ക കരിങ്കല്ലിൽ നമ്മൾ മറ്റേ അരകല്ലില്ലേ, അരകല്ലിൽ അരച്ചിട്ടാണ് കിട്ടുന്നത്. മിക്സിക്കകത്തൊന്നും ഇല്ല പരിപാടി. അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചൂടാവും മിക്സിക്കകത്ത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കല്ലിൽ അരച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അങ്ങനെ 60 പേര് 70 പേരെയൊക്കെ ഒരു ദിവസം കെട്ടിവിടുന്നുണ്ട്. മനസ്സിലാവും? ഈ നീരൊക്കെ വെച്ച് വരുന്നതൊക്കെ നമ്മൾ കെട്ടി വിടുന്നതാണ്. അത് ആ കൊച്ചൊക്കെ എനിക്ക് തോന്നുന്നു 5-6 പ്രാവശ്യം ഇവിടെ അതുപോലെ കെട്ടിയിട്ടാണ് അവിടെ ആ നീരുമൊക്കെ കുറഞ്ഞ് ഇപ്പോൾ റെഡിയായി വന്നു. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ പോകുമ്പം 2:45 വരെ വെളുപ്പിന് ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വൈഫ് ഇവിടെ ഇറങ്ങി വന്നിട്ട് മുറ്റം തൂത്തിട്ടുണ്ട്. മനസ്സിലായോ? കാര്യം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും. എൻ്റെ മക്കളാണല്ലേ, അത് എക്സ്പെഷ്യലി പറയേണ്ട കാര്യം. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും. അവർ ഉള്ളതിനകത്ത് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. നമുക്കതാണ് ഏറ്റവും വലിയ കുടുംബം എന്ന് പറയുന്നത്. അതാണ്. മനസ്സിലായി? ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. എവിടെയെങ്കിലും പോകണമെങ്കിലാണെങ്കിലും വരണമെങ്കിലാണെങ്കിലും രാത്രിയിലാണെങ്കിൽ പോലും എത്രയോ പേര് ഞങ്ങളെ വിളിക്കുന്നറിയാം, അച്ഛാ ഒന്ന് വന്ന് നോക്കണേ എന്ന് പറയും. വീടുകളിൽ പോയി ഞങ്ങൾ നോക്കും. മോനെ നാളെ നമ്മളും ഇത് സ്റ്റേജിൽ വയസ്സും പ്രായമൊക്കെ രോഗികളൊക്കെ ആവും. മനസ്സിലായി? ഇന്ന് നമ്മൾ ചെയ്യുന്നതിൻ്റെ നന്മ നാളെ ദൈവം നമുക്ക് അതാ വിതയ്ക്കുന്നതേ കൊയ്യും. വിതച്ചാൽ ഉടനെ കൊയ്യാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായി? വെയിറ്റ് സം ടൈം. അത് കുറച്ച് നേരം അത് കൊയ്തെടുക്കാൻ പറ്റും. എന്തായാലും അച്ഛാ ഇനിയും 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 ആളുകളെ എന്താ പറയുക അവരുടെ കണ്ണീരൊപ്പം അച്ഛൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ അച്ഛന് കട്ടക്ക് നിൽക്കുന്ന ചേച്ചിക്കും പിന്നെ അതുപോലെ തന്നെ മക്കൾക്കും എല്ലാ ആശംസകൾ. പുതിയ ഹോസ്പിറ്റലിന് ഒരുപാട് അത് ഹോസ്പിറ്റലല്ല, രോഗികൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക അവരുടെ രോഗം മാറാനുള്ള സ്ഥലമാണ്. ഞാൻ ഒരിക്കലും പേഷ്യൻസ് എന്ന് പറയാറില്ല. എനിക്കത് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇവരായ എൻ്റെ പേഷ്യൻസ് അല്ല മോളെ. അത് എൻ്റെ കുഞ്ഞ് എന്നെക്കാൾ താഴെയുള്ള എൻ്റെ മക്കളുടെ പ്രായമാണ് എൻ്റെ മക്കളാണ്. അല്ലാത്തവർ എൻ്റെ അപ്പനും അമ്മയ്ക്ക് തുല്യമാണ്, എൻ്റെ സഹോദരങ്ങളാണ്. മനസ്സിലായി? അല്ലാതെ ഇവിടെ കൂടപ്പറപ്പുകളാണല്ല അപ്പുറം തന്നെ
അതെ, എല്ലാ കൂടപ്പറപ്പുകളെയും റെഡി ആവട്ടെ. ആ കൂട്ടത്തിൽ അച്ഛൻ എനിക്ക് എനിക്കറിയില്ല, അച്ഛൻ എന്നോട് മരുന്ന് തന്നതിന്റെ വണ്ണം കുറയ്ക്കാന്ന് പറയുന്നത്. ഉറപ്പല്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ അച്ഛൻ്റെ വീഡിയോ എതിരെയാണോ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ എന്ന് വീഡിയോ ഇടാം. അപ്പൊ ശരി അച്ഛാ, ശരി, താങ്ക് യു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഓ